നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ആ ഫോൺ നടത്തിയ മരുമോനായിരിക്കും. മോനെ. അമ്മേ, അമ്മാവൻ മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഒരുവിധം ഞാൻ കഴിപ്പിച്ചു മോനെ. ദേ ഇപ്പൊ ഡോക്ടർ ഒന്ന് പോയേ ഉള്ളൂ. ഞാൻ ഡോക്ടറെ വിളിച്ചോളാം. അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് കിടക്ക്. ഞാൻ രാവിലെ അങ്ങ് വന്നോളാം. ആ മോനെ, ശങ്കരേട്ടന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന്. മരുമോനെ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലടാ. ഇവിടെ കിടന്ന് ഞാൻ മടുത്തു. ഇതൊരുമാതിരി ജയില് പോലെ. നമുക്ക് ഉടനെ വീട്ടിൽ പോകാവുന്നേ. ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ആ, പക്ഷേ എനിക്കൊരു വാക്ക് തരണം. നീ പറയടാ മരുമോനെ. ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ എന്ത് വാക്കും തരും. കുമാരന്റെ ഷാപ്പിലേക്കുള്ള പോക്കൊന്ന് നിർത്തണം. ദാ നിർത്തി. ഇപ്പോ ഈ നിമിഷം ഞാൻ നിർത്തി. കുമാരന്റെ അല്ലാതെ വേറെ ഷാപ്പുണ്ടല്ലോ. അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ആ, എന്നാ ശരി. ആ, എന്നാ ശരി. ഇതാ അടിപൊളി മച്ച. അതെ, ഇതില് ഹോൾമാർക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാം പക്ക. BIS 916 അടിച്ചിട്ടുണ്ട്. പോരെ? എന്നാ പിന്നെ അത് മതി, ഞാൻ വിട്ടേക്കുവാ. ആ പിന്നെ പോകും വഴി പുണ്യാളിന് 1 രൂപ ഒഴിഞ്ഞിട്ടേക്ക്. അടുത്ത മഹാഭാവത്തിന് തുടക്കം കുറിക്കല്ലേ. ഓടാ, നാളെ കാണാം. എങ്ങനെ നടന്നൊരു പെണ്ണായിരുന്നു. എത്ര സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു. സ്വപ്നങ്ങളിൽ എത്ര നിറങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ വർണ്ണശബളമായിരുന്ന ബട്ടർഫ്ലൈ വീണ്ടും മൗത്തായതുപോലെ. ജീവിതത്തിൽ ഒരിക്കൽ റോങ് ടേൺ എടുത്ത പിന്നെ യൂ ടേൺ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു മരുന്നിനും ഹീൽ ചെയ്യാനാവാത്ത മുറിവുകൾ. ഓർമ്മകളുടെ കണ്ണീര് വീണ് അതിങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും. കുത്തൊഴുക്ക് കൊണ്ടുപോകും മുമ്പ് ഞാൻ രക്ഷപ്പെടുമായിരിക്കും, അല്ലേ? നോക്കാം. ഗുഡ് നൈറ്റ്, അക്ഷര ജയശങ്കർ. നോ, അക്ഷര നിരഞ്ജൻ. ശരത്തേട്ടാ, എന്താ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞേ? സർപ്രൈസ് എന്ന് പറഞ്ഞാ പോരാ, സർ സർ സർപ്രൈസ്. വാ അച്ഛാ, അമ്മേ, മുത്തശ്ശി. എന്താ ഇത്? വാങ്ങിക്കച്ച. തിരിച്ചടവുകളും തിരിച്ചു കൊടുക്കലും ഒന്നൊന്നായി തുടങ്ങുക ഞാൻ.
എനിക്ക് വേണ്ടിയല്ല, എനിക്കും നിത്യയ്ക്കും വേണ്ടി ഞാൻ പണയം വെച്ച ആഭരണങ്ങൾ മുഴുവനും. എന്തിനായിരുന്നു മോനെ ഇത്ര ധൃതി പിടിച്ച് നീ ഇതൊക്കെ? എടുത്തന്നല്ലേ. കടമുള്ളവന് ഒരിടത്തും വിലയില്ല മുത്തശ്ശി. അത് പണമായാലും പണ്ടമായാലും പകയായാലും കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കേണ്ട സമയത്ത് തന്നെ തീർക്കണം, അല്ലേ അച്ഛാ? പണവും പലിശ സഹിതം അടുത്ത ആഴ്ച അച്ഛന്റെ കയ്യിലെത്തും. ഞാൻ കൊണ്ടുവന്നു തരും. പിന്നെ ഈ സീൽ ഇല്ലാത്തവരോട് കൂടി കാര്യം ഒന്ന് പറഞ്ഞേക്കും. അപ്പൊ ശരി. അല്ല, നിന്റെ ദേവിയേട്ടത്തെ ടൂർ പ്രോഗ്രാമിന് വിടുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അവരെവിടെങ്കിലും പോട്ടെ, നമുക്കെന്താ? അതല്ല, ഈ നാട്ടുകാരൊക്കെ ചോദിക്കത്തില്ലേ? ഞാൻ അതിലൊന്നും ഇടപെടാൻ പോവാറില്ല. എനിക്ക് വലുത് നമ്മുടെ ജീവിതം. അവര് വയനാട് പോകുന്നാന്നല്ലോ കേട്ടത്. അവരെവിടേക്കെങ്കിലും പോട്ടെന്നേ. എന്താ ഈ പോക്കിന്റെ ഉദ്ദേശം? ആ നിരഞ്ജന്റെ അമ്മാവന്റെ മോളെ കാണാതായെന്നോ അതിനെ തപ്പിയെടുക്കാൻ പോവാണെന്നോ ഒക്കെ കേട്ടു. എവിടുന്ന് കിട്ടാനാ? അതെ അതെ അതെ. എന്നാ കാണാതായത്? 2-3 കൊല്ലമായിന്നാ പറഞ്ഞത്. 3 കൊല്ലം മുമ്പ് കാണാതായ ഒരാളെ ഇപ്പൊ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 339,900 1000 ദിവസത്തിലേറെ. എവിടെ കിട്ടാനാ? അസ്ഥി പോലും കുഴിയിൽ കിടന്ന് പൂത്തിട്ടുണ്ടാവും അല്ലേ? അല്ല, അതെന്താ ശരത്തേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനൊരു ഊഹം പറഞ്ഞാണ്. കാണാതായി എത്രയോ പേരെ കണ്ടുകിട്ടുന്നില്ല. തിരിച്ചു വരാനുള്ളവര് വരും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ദേവികയുടെ ഈ യാത്ര നമുക്കെതിരുള്ളൊരു പണിയാ. നമുക്കെതിരെ എന്ത് പണി? നമുക്കെതിരെ പണിയാനാണെങ്കിൽ അവർക്ക് ഇവിടെ നിന്നാ പോരെ? നീ ഒരു നിഷ്കളങ്കയായതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവര് ഈ യാത്ര പോകുന്നതേ ആരെയും കണ്ടുപിടിക്കാനൊന്നും അല്ല. ഡോക്ടർ നിരഞ്ജനോടൊപ്പം ചേർന്ന് നമുക്കെതിരെ എന്തോ ആലോചിക്കാന്. പിന്നെ അവർക്കൊരു ഉല്ലാസം. അപ്പൊ നീ കരുതിയിരിക്കണം. നീ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് അവരെപ്പോ പുറപ്പെടുന്നു, എവിടെ സ്റ്റേ ചെയ്യുന്നു എന്ന് എന്നോടൊന്ന് പറയണം. അതെന്തിനാ ശരത്തേട്ടാ? ആവശ്യമുണ്ട്. അവരിങ്ങോട്ട് പണി തരുന്നതിന് മുമ്പ് അങ്ങോട്ട് പണി കൊടുക്കണം. ഓതിരം, കടകം, മറുകടകം, അതാ ശരത്തിന്റെ രീതി. പക്ഷേ മറുകടകമായിരിക്കും ആദ്യം. സ്വാമിയേ ശരണമയ്യപ്പോ. എന്റെ മഹർഷി മർദ്ദനം. ഇവിടുത്തെ എല്ലാ മഹർഷികളെയും ഒന്ന് മർദ്ദിച്ചു വിട്ടേക്കണേ. മാഡം, ആ സ്വാമിക്ക് വട്ടുപിടിച്ചെന്ന് തോന്നുന്നു. എന്താ? മാഡം അതൊന്ന് നോക്ക്. വാ മാഡം.